ലാൽജേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. അദ്ദേഹം ചെയ്യുന്ന ഏതൊരു കാര്യമാണ്, ഒരു സിമ്പിൾ കാര്യമാണെങ്കിൽ പോലും അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് മാത്രമാണ് അദ്ദേഹം ചെയ്യണത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ അദ്ദേഹം വരുമ്പോഴത്തേക്കും ശരിക്ക് അദ്ദേഹത്തിൻ്റെ അനിയനാണ് ഞാൻ എന്നൊക്കെ ഉള്ളതിനപ്പുറമായിട്ട് ഞാനാണ് കമാൻഡർ എന്നുള്ള രീതിയിലാണ് ലാൽജേട്ടൻ നിൽക്കുക. അപ്പോൾ എത്ര പ്രാവശ്യം പാടണമെങ്കിൽ അപ്പോൾ പറയും മോനെ പാടാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാടി അങ്ങനെ അത് പെർഫെക്റ്റ് ആക്കാനായിട്ട് അതുവരെ പാടിക്കൊണ്ടിരിക്കും. അപ്പം അത്രയും പെർഫെക്ഷനെ ലവ് ചെയ്യുന്ന ഒരാളാണ്. ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന, മനുഷ്യന് ചെയ്യാവുന്ന പരിമിതികളുണ്ടെങ്കിലും ആ പരിമിതികളുടെ ഏറ്റവും എക്സ്റ്റെൻഡ് വരെ അത് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ മഹാനായിട്ടുള്ള ആർട്ടിസ്റ്റാണ് അദ്ദേഹം. ലാൽചേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചേട്ടൻ തന്നെയാണ്. കൊച്ചിലെ മുതലേ എന്ന് പറഞ്ഞാൽ പൂജപ്പുര കണക്ഷൻ ഉണ്ട്. എൻ്റെ അച്ഛനും അമ്മയും ലാൽചേട്ടൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആ കാലഘട്ടത്തൊട്ട് തന്നെ അറിയാം. അപ്പോൾ ലാൽചേട്ടൻ എന്ന് പറയുമ്പോൾ എൻ്റെ ചേട്ടനെ പാടിപ്പിക്കുന്ന പോലെയാണ്. അപ്പോൾ ലാൽചേട്ടന് ഒരുപാട് മ്യൂസിക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിനോടുള്ള സ്നേഹമോ പ്രണയമോ അതൊക്കെയാണ് എന്നെ വളരെയധികം അദ്ദേഹത്തെ കൊണ്ട് പാടിപ്പിക്കാനായിട്ട് എന്നെ ഇഷ്ടപ്പെടുത്തുന്നത്.